ചില വർഷങ്ങൾക്ക് മുമ്പ് നാരങ്ങാനം സ്വദേശിയായ 98 വയസ്സുള്ള ഒരു വന്യ വയോധികനായ ഓർത്തഡോക്സ് പുരോഹിതനുമായിട്ട് കാണാനിടയായി ബോംബെയിൽ. അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ വന്നപ്പോൾ തൊട്ടടുത്ത റൂമിൽ ഞാൻ ചെന്ന്, അപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടു, പരിചയപ്പെട്ടു. ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരുന്നു, 98 വയസ്സ് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു, നല്ല ഓർമ്മശക്തിയൊക്കെയുള്ള ഒരാൾ. എൻ്റെ കുടുംബത്തിലും പെന്തക്കോസ്തുകാരുണ്ട്. എൻ്റെ അനുജന്മാരുടെ മക്കൾ പലരും പെന്തക്കോസ്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ എന്നെ വിഷമിപ്പിക്കാൻ ഏതാണ്ട് പറയാൻ തുടങ്ങുകയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, കേൾക്കണോ, നിങ്ങളെക്കുറിച്ച് എനിക്ക് സന്തോഷമുള്ള 2-3 കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് കൗതുകമായി അതെന്താണെന്ന് കേൾക്കാൻ. ഞാൻ അതെന്തോ അച്ചു, ഒന്ന്, നിങ്ങൾക്ക് സ്വർണം വേണ്ട. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് 3 പെമ്മക്കളാണ്. എൻ്റെ പെമ്മക്കളെ കെട്ടാൻ വന്ന് ചെറുക്കന്മാരോട് ഞാൻ പറഞ്ഞു, മിന്ന് കെട്ടാനുള്ള ഒരു മാല അല്ലാതെ യാതൊരു സ്വർണവും ഞാൻ തരത്തില്ല, അതിന് സമ്മതം ഉണ്ടേ കെട്ടിയാൽ മതി. അങ്ങനെ സമ്മതിച്ച ചെറുക്കന്മാർക്കാണ് ഞാൻ എൻ്റെ മക്കളെ കൊടുത്തത്. 2, നിങ്ങളുടെ ഇടയിൽ മദ്യപന്മാർ കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ചോ അങ്ങനല്ല, ഞങ്ങളുടെ ഇടയിൽ മദ്യപന്മാരില്ല. എനിക്കങ്ങനെ പറഞ്ഞു നോക്കത്തുള്ളല്ലോ. ഉടനെ അദ്ദേഹം പറയാം, അത് എനിക്കറിയാൻ വയ്യ. 3, നിങ്ങൾ ഈ പെന്തക്കോസ്തുകാര് ഈ സുവിശേഷ പ്രചരണത്തിനു വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നവരാണ്. ഞങ്ങളുടെ ആളുകൾ അത് ചെയ്യത്തില്ല. അപ്പം എന്നെ ചിന്തിപ്പിച്ചത്, നമ്മുടെ കൂടെ അല്ലാത്തവരും നമുക്ക് എതിരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ നമ്മളെ വളരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളിത് മറക്കരുത്. ഇന്ന് രാവിലെ നമ്മളിവിടെ കേട്ടതുപോലെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു കൈൻഡ് ഡീഡായിരിക്കാം യേശുവിലേക്ക് നമ്മൾ മുഖാന്തരം ഒരാൾ ആകർഷിക്കപ്പെടുന്നത്.